അങ്ങ് എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓർക്കിഡിനാണെങ്കിൽ ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രിക്ക് ഉണ്ടല്ലോ, അത് വെള്ളം എടുത്തോളും. നമുക്ക് ഓർക്കിഡിൻ്റെ തൈകൾ അതുപോലെ കുറച്ച് മെച്ചുവറായ പ്ലാന്റ്സൊക്കെ മാറ്റി വയ്ക്കുമ്പോൾ പോട്ടുകൾ ആവശ്യം വരാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട്, അതായത് 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പോട്ട് കാണാം ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ അശ്മി സുൽത്താന, വെൽക്കം ടു സുലൂസ് ഡയറീസ്. അപ്പോൾ നമുക്കിന്ന് ബോട്ടിൽ വെച്ചിട്ട്, അതായത് നമുക്ക് വീട്ടിൽ അതുപോലെ മിനറൽ വാട്ടറിൻ്റെയൊക്കെ ബോട്ടിൽ കിട്ടത്തില്ല, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ബോട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിലൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങ് എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഓർക്കിഡിനാണെങ്കിൽ തന്നെ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി വിചാരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാൻസ് ആവശ്യമുള്ളവർക്ക്, ഫെർട്ടിലൈസേഴ്സ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം പേജ് സുലൂസ് ഡയറീസ് എന്നുള്ള പേജും ഫേസ്ബുക്ക് പേജൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു ക്രാഫ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ബോട്ടിൽ വെച്ചിട്ട് ഓർക്കിഡ് വെക്കുന്ന പോട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ, വളരെ ഈസിയാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തേക്കുന്ന ബോട്ടിൽ ഇതാണ്. നമുക്ക് മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലോ ഏതെങ്കിലും ഡ്രിങ്ക്സൊക്കെ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു കത്രികയോ ബ്ലേഡോ എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലും എടുക്കാം. പിന്നെ ഇതിൽ നമുക്ക് ഓർക്കിഡ് പോട്ട് ആകുമ്പോൾ അറിയാലോ, ഹോൾസ് കുറച്ചുകൂടെ കൂടുതൽ വേണം. അപ്പോൾ അത് നമുക്ക് ഒന്നെങ്കിൽ വേണമെങ്കിൽ കത്തി ഉപയോഗിച്ചിടാം, അതല്ലെങ്കിൽ സോൾഡറിങ് അയൺ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതില്ലെങ്കിൽ നമുക്ക് ഈ പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ഈ സ്ക്രൂ ഡ്രൈവർ ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെറിയ ചൂടാക്കിയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ട്രിക്ക് ഉണ്ടല്ലോ, അതെന്താണ് നമുക്ക് ലാസ്റ്റ് കാണാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാവേ. ഫസ്റ്റ് നമുക്ക് ഈ ബോട്ടിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ബോട്ടിലിൻ്റെ ഈ ഒരു പോർഷനിൽ ലെങ്ത് കൂടുതൽ വേണമേ. ഈ താഴത്തെ പോർഷനിൽ പോട്ട് വരുന്ന ഭാഗത്ത് മുകളിലത്തെ പോർഷന് കുറച്ച് ലെങ്ത് ഇതിനേക്കാളും കുറച്ചുകൂടെ കുറവ് മതി, ഒരു ഏകദേശം അളവ്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ ആദ്യം ഒന്ന് കട്ട് ചെയ്യാവേ. ഇവിടെ വെച്ചിട്ട് ഏകദേശം ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലോട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ നന്നായി ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മളിനി ഹോൾസ് ഇടാൻ പോകുന്നത്. ഇതിനകത്തെ കണ്ടല്ലോ, സിമ്പിളാണ്. ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ത്രെഡുകളുണ്ടല്ലോ, ചണം അല്ലെങ്കിൽ ഷൂ ലേസ് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൽ ചെറിയ ഒരു അത് കാണിച്ചു തരാവേ. ഞാനത് ഹോൾസ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഈ സോൾഡറിങ് അയൺ വെച്ചാണ് ഇപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് ഹോൾസ്. ഈ അകത്തെ ബോട്ടിലുണ്ടല്ലോ, അതായത് ഈ ബോട്ടിലിൻ്റെ ഇവിടെ വരെ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. ഈ താഴെ പോർഷനിൽ നമുക്ക് വെള്ളം, അതായത് ഒരു സെൽഫ് വാട്ടറിങ് ബോട്ട് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇത്രയും ഭാഗത്ത് ഹോൾസ് ഇടരുത്, മുകളിലോട്ടുള്ള ഭാഗത്ത് ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൂട്ടിൽ നന്നായിട്ട് എയർ കയറാനൊക്കെ നല്ലതായിരിക്കും. അടിയിൽ ഒരു കാരണവച്ചാൽ ഹോൾ ഇടരുത്, എങ്കിൽ മാത്രമേ നമുക്ക് വെള്ളം അടിയിൽ കെട്ടി നിർത്താൻ പറ്റത്തുള്ളൂ. ഹോൾ വേണമെങ്കിൽ വലുതാക്കി ഇടാം കേട്ടോ. അത് അകത്തുള്ള ആ പോട്ട് വരെയും നമുക്ക് ഹോൾ ഇടാം, കാരണം അകത്തെ പോട്ടിലാണല്ലോ പ്ലാന്റ് ഇരിക്കുന്നത്. അകത്തെ പോട്ടിലോട്ട് ഈ ത്രെഡ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ വെള്ളം നമുക്ക് ആഴ്ചയിലൊക്കെ ഒഴിച്ചാൽ മതി എന്നൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ പോട്ട് റെഡിയാക്കി വെച്ചിട്ട് നട്ട് കൊടുത്ത് കരിയോടും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓർക്കിഡ വയ്ക്കുന്നതെങ്കിൽ ഓർക്കിഡ വേണേൽ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ ഈ ഹോൾസ് ഇടുന്നുണ്ട്. അതുപോലെ
ഈ അടപ്പം വേണം. അടപ്പ് വെച്ചിട്ട് 2-3 ചെറിയ ഹോള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓർക്കിഡ് വെക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഇതൊന്ന് അടിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഈ ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്കിതിനകത്തൊന്ന് ചുറ്റിയിട്ടെടുക്കാം. പോട്ട് ചുറ്റി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് നിർത്തിയേ. ഇനി നമുക്ക് ഈ പോട്ടിനെ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. കണ്ടോ. ഇനി നമുക്കിത് ഹാങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഹോൾസ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, ഇവിടുന്ന് ഒരു ത്രെഡ് കൊടുത്തിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടാം. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് പോട്ട് ചെയ്യാവേ. അപ്പോൾ ഈ പോട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ഓർക്കിഡിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പോട്ടി മിക്സായിട്ട് കരിയോടും ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണയായിട്ട് കരിയാട്ടോ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓട് കുറച്ചേ ഇടാറുള്ളൂ. മറ്റൊന്നും കൊണ്ടല്ല, ഈ അസുഖങ്ങളൊന്നും വരത്തില്ല കേട്ടോ അധികം കരി ഇട്ട് കഴിഞ്ഞാൽ. കുറച്ച് ഒരുപാട് ചെറിയ പീസാക്കിയാലുണ്ടല്ലോ ഈ ഹോളിൽ കൂടെ അങ്ങ് താഴെ പോകും കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി വലിയ പീസായിട്ടാണ് കരി എടുത്തേക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, ഫിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം. അതിനകത്തോട്ട് വെള്ളം ഇതിൻ്റെ താഴെ വന്നിട്ട് ഫില്ലായി കിടക്കും. അപ്പോൾ ഓർക്കിഡ് വെള്ളത്തിൽ വളർത്തുന്നു ചോദിക്കാറില്ലേ, അപ്പോൾ ഇതേ രീതിയിൽ റൂട്ടുകൾക്ക് നമുക്ക് തണുപ്പ് കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ ഈ പോട്ടിൽ നമുക്ക് കളറൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞാൻ കളർ ചെയ്യുന്നില്ല, വേണമെങ്കിൽ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് ബ്ലാക്ക് കളറോ ഇഷ്ടമുള്ള ഷെയ്ഡ് അടിച്ചു കൊടുക്കാവേ. നമുക്ക് പ്ലാന്റിൽ വെള്ളം ഒഴിക്കാം. കണ്ടോ, നമ്മുടെ പോട്ടിൽ വെള്ളം ഇതുപോലെ എപ്പോഴും നന്നായിട്ട് ഫില്ലായി നിൽക്കും. അപ്പോൾ ഇത് നല്ല ടൈറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് കൊതുക് മുട്ടയിടും എന്നുള്ള പേടിയൊന്നും വേണ്ട, നന്നായിട്ട് തന്നെ നിന്നോളും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഈ ഒരു ത്രെഡ് വഴി മുകളിലോട്ട് വെള്ളം എടുത്തോളും. അപ്പോൾ ഈ ഒരു നൂലിങ്ങനെ കിടക്കുന്നതുകൊണ്ട്, ചണം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതിന് എപ്പോഴും ഒരു തണുപ്പ് കിട്ടുകയും ചെയ്യും. ആ വെള്ളം ആവശ്യത്തിന് അതിന് വലിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഓർക്കിഡ് വേണമെങ്കിൽ ഇതേ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഹാങ് ചെയ്യാനായിട്ടൊരു ത്രെഡ് ഇട്ട് കൊടുക്കാം. നമുക്ക് വെക്കുന്ന സൗകര്യത്തിന് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഹാങ്ങർ ഇടുവാണെങ്കിലേ നേരത്തെ ഇടണേ. പ്ലാന്റ് നമ്മൾ പോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ സൗകര്യം. ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ആ സൈഡിൽ നമ്മളൊരു കെട്ടിട്ട് കൊടുത്തിട്ട് കണ്ടോ, നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി വിചാരിക്കരുത്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ. ഇത് ഉണ്ടാക്കുന്നവരൊക്കെ ഫോട്ടോസ് ഇട്ട് തരണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.